ദുബായ് ക്രാഷ് ആകാൻ പോവാണ്. ദുബായുടെ പ്രൈസ് മൊത്തം ഇനി കുറയും. ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് ദുബായിയുടെ പ്രൈസ് കൂടുതലാണ്, ബബിളാണ്. ഞാൻ അതിൽ നിങ്ങൾക്ക് റിയാലിറ്റി പറയാം. ആഫ്റ്റർ പാൻഡമിക് 2020 മുതൽ 2025 വരെ നോക്കുമ്പോൾ സസ്റ്റൈനബിൾ ആയിട്ട് ദുബായിയുടെ പ്രോപ്പർട്ടിയുടെ പ്രൈസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. ഇത് കണ്ടിട്ടാണ് ആൾക്കാർ പറയുന്നത് ദുബായ് ബബിളാണ് ഇപ്പോൾ പൊട്ടാൻ പോകുന്നത്. പക്ഷെ ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു കാര്യം ദുബായിയുടെ GDP ആണ്. ഇപ്പോൾ നമ്മളൊരു ആവറേജ് വേൾഡിലെ ആവറേജ് GDP എടുത്ത് നോക്കുകയാണെങ്കിൽ 3.2% ആനുവൽ ഗ്രോത്ത് വരുന്നത്. പക്ഷെ ദുബായിയുടെ 5.1%. അതായത് കമ്പയർ ചെയ്യുമ്പോൾ 59% കൂടുതൽ ഗ്രോത്ത് ആനുവലി ദുബായിയുടെ GDPക്ക് വരുന്നുണ്ട്. ഇപ്പൊ ദുബായിയുടെ ആവറേജ് GDP എന്ന് പറയുന്നത് $560 ബില്യൺ ആണ്. ഓക്കെ, ഈ ഒരു കാൽക്കുലേഷൻ പോവുകയാണെങ്കിൽ 2033 അവരുടെ ഒരു വിഷൻ തന്നെ അത് തന്നെയാണ്. 2033 അജണ്ട എന്ന് പറയുന്നത് അവരുടെ GDP ഡബിൾ ആക്കാനാണ്. സോ ദേ പ്രെഡിക്റ്റിംഗ് 1 ട്രില്യൺ. പക്ഷേ 1.42 ട്രില്യൺ വരെ 2033 ആകുമ്പോൾ ഇവരുടെ GDP കൂടും. സോ പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുക മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ അവരുടെ GDP വളരുന്നുണ്ട്. സോ GDP കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് പ്രോപ്പർട്ടി വാല്യൂ കൂടും. അത് അതിന്റെ വാല്യൂ ഗ്രോത്ത് ആണ് കാണിക്കുന്നത്. ഇത് ആൾക്കാർക്ക് അറിയാത്തതിന്റെ പ്രശ്നം കൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ പറയുന്നത്. മാത്രമല്ല, നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഇത്രയും GDP ഗ്രോത്ത് വരാൻ പോകുന്ന ഒരു സ്ഥലത്താണ് ടാക്സ് ഫ്രീ ആയിട്ട് നമുക്കൊരു അസറ്റ് ഉണ്ടാകാൻ പോകുന്നത്. അത് നമുക്ക് എത്രമാത്രം റിട്ടേൺസ്, എത്രമാത്രം അപ്രീസിയേഷനും നമുക്ക് തരും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഇനി ഈ ലോകത്ത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ദുബായ് പോലെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന വേറെ ഏത് ലൊക്കേഷൻ ഉണ്ടാവുക?